ഹായ് ഒരുവൺ. നമ്മൾ ചിന്തിക്കുന്ന ജെനസിസ് ചാപ്റ്റർ 30 ഉൽപ്പത്തി 30 അവിടെ യാക്കോബിന് കുറച്ച് മക്കളുണ്ടാകുന്നതിനെ പറ്റി നമ്മുടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ ലേയും റേച്ചലും തമ്മിലുള്ളൊരു കോമ്പറ്റീഷനാണ് അവിടെ ഉള്ളത്. അവർ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ നമുക്ക് കാണാൻ സാധിക്കും മക്കളുടെ കാര്യത്തിൽ. അങ്ങനെ റേച്ചലിന് മക്കളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ലേയ്ക്ക് മക്കളുണ്ടാകുന്ന കണ്ടപ്പോൾ റേച്ചലിന് വളരെയധികം സങ്കടവും ഭയങ്കര ദേഷ്യവും ഒക്കെ വരുവാനിടയായിരുന്നു. അങ്ങനെ താൻ മക്കളില്ലാതെ താൻ മരിച്ചു പോട്ടെ എന്ന് വരെ അങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ യാക്കോബിന് അതിനിടയിലെല്ലാം ഒരു പ്ലാൻ, തനിക്കറിയാമായിരുന്നു ദൈവത്തിന് ഇതിനിടയിൽ ഒരു പ്ലാൻ ഉണ്ടെന്നുള്ളൊരു കാര്യം അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ താനും തിരിച്ച് ഹാർഷായിട്ടാണ് മറുപടി പറയുന്നത്. ഞാൻ ദൈവമാണോ നിൻ്റെ ഈ ഗർഭം ഇങ്ങനെ അടച്ചു വെക്കുവാൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ജേക്കബിന് അറിയാമായിരുന്നു ഇതിനിടയിലെല്ലാം ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെന്ന് അറിയാമായിരുന്നു. പക്ഷേ സാറായ്ക്കും അബ്രഹാമിനും അവർക്ക് തെറ്റ് സംഭവിച്ചതുപോലെ തന്നെ ഇവിടെ ആ ഒരു കാര്യം തന്നെയാണ് സംഭവിക്കുന്നത്. അത് ഒരു മക്കളുണ്ടാകുവാനായിട്ട് ഒരു മെയ്ഡിനെ അവർക്ക് ഭർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ദാസികളിലൂടെ മക്കളുണ്ടാകുവാനായിട്ട് പണ്ട് അബ്രഹാമും സാറയും ചെയ്ത സെയിം തെറ്റ് തന്നെ ഇവിടെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ദൈവം കരുണയുള്ള ദൈവമാണ്. അതുകൊണ്ട് തന്നെ ദൈവം അവർക്ക് മക്കളെ കൊടുക്കുന്നുണ്ട്. ഒടുവിൽ ഇവർ രണ്ടുപേരും പിന്നീട് പ്രസവിക്കുന്നതായിട്ടും അവരുടെ മക്കളുണ്ടാകുന്നതായിട്ടൊക്കെയും നമ്മളവിടെ കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് മനസ്സിലാകേണ്ടത് നമ്മൾ റഷ് നമ്മൾ ദൈവത്തിൻ്റെ ഹിതത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കേണ്ട ഒരു ആവശ്യകത അവിടെ ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ റഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, അതിൽ നിന്ന് വരുന്ന ഉത്തരത്തിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ ഹിതത്തിനായിട്ട് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഉത്തരം കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും സംതൃപ്തിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഇവർക്ക് മക്കളെ ലഭിക്കാനായിട്ട് ഒടുവിൽ യാക്കോബിന് യാക്കോബിൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് പോകണമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ലാബാനോട് ഈ കാര്യങ്ങൾ പറയുന്നു. അപ്പം ലാബാൻ പറയും, നീ പോകരുത്, നീ ഉള്ളതുകൊണ്ട് എനിക്കും ഒരുപാട് അനുഗ്രഹം ലഭിക്കാനിടയായി തീർന്നു. അപ്പോൾ ദൈവമക്കളുള്ളിടത്ത് ദൈവത്തിൻ്റെ മക്കൾ എവിടെയാണെന്ന് പറഞ്ഞാലും അവിടെയൊക്കെ അനുഗ്രഹിക്കപ്പെടുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടാകാനായിട്ട് ഇടയായിത്തീരും. ഇത് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇത് നേരത്തെ ഉണ്ടാകുന്നതിനേക്കാളും ഒരുപാട് പ്രോസ്പെരിറ്റി ലാബാന് യാക്കോബ് മൂലം ലഭിക്കാനായിട്ടിടയായിരുന്നു. അപ്പോൾ യാക്കോബിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നുണ്ട്. ദൈവം ലാബാനെയും അവിടെ അനുഗ്രഹിക്കുവാനായിട്ട്, ലാബാൻ്റെ സ്വത്തും കാര്യങ്ങളൊക്കെ അത് ഒരുപാടാകുവാനായിട്ട് ദൈവം ഇടയാക്കി. അപ്പോൾ ദൈവമക്കളുടെ പ്രസൻസ് ഉള്ളിടം അവിടെ ഉറപ്പായിട്ടും ദൈവം അവിടെ ആ ഒരു സ്ഥലത്തെ ആ പ്രതിഷ്ഠയോട് ദൈവം അനുഗ്രഹിക്കും എന്നുള്ളൊരു കാര്യത്തെ ഇവിടെ നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ താൻ തിരിച്ചു പോകാനുള്ള ഒരു പ്രിപ്പറേഷനാണ് അവിടെ കാണുന്നത്. തിരിച്ചു പോകുന്നതിനുള്ള കൂലിയായിട്ട് താൻ ഇരുണ്ട നിറമുള്ളതും പുള്ളിയുള്ളതിനെയൊക്കെ യാക്കോബിനായിട്ട് എടുക്കുന്നു. ബാക്കി വെള്ള കളറുള്ളതിനെല്ലാം ലാബാന് കൊടുക്കുന്നു, ആടുകളൊക്കെ. അപ്പം എന്നിട്ടും അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്നത് പിന്നെയും ദൈവം യാക്കോബിനെ അനുഗ്രഹിക്കുന്നതാണ്. ഒരുപാട് ആടുകൾ പിന്നെയും ഉണ്ടാകുന്നു, ഒട്ടകങ്ങളുണ്ടാകുന്നു. അതിങ്ങനെ ശരിക്കും പ്രോസ്പെരിറ്റി അവിടെ യാക്കോബിന് ലഭിക്കുകയാണ്. യാക്കോബിന് ഈ അനുഗ്രഹം ലഭിക്കാൻ കാരണം അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചതുകൊണ്ടാണ്. ആ അനുഗ്രഹം ഇസ്ഹാക്കിന് ലഭിച്ചുകൊണ്ടാണ്. ആ അനുഗ്രഹമാണ് യാക്കോബിന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രമാത്രം ദൈവം അനുഗ്രഹിച്ച് മുൻപോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ദൈവത്തിൻ്റെ ഹിതത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കണം. നമ്മൾ റഷ് ചെയ്തൊരു തീരുമാനങ്ങൾ എടുക്കരുത് എന്നുള്ളൊരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. അതാണ് ശരിക്കും മെയിനായിട്ടുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മൾ എവിടെ ആയിരിക്കുന്നു, ഏത് സ്ഥാനത്തായിരിക്കുന്നു, അവിടെ അനുഗ്രഹിക്കപ്പെടുകയാണ്. കാരണം ദൈവമക്കൾ എവിടെ ഇരിക്കുന്നു, ആ ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ആ ഒരു വീടിനെ അല്ലെങ്കിൽ ആ ഒരു ഏരിയ, അതൊക്കെ അനുഗ്രഹിക്കപ്പെടും. അതിൻ്റെ ബെനിഫിറ്റ് ദൈവമക്കളുള്ളതിൻ്റെ ബെനിഫിറ്റ് ദൈവമക്കൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കൂടെ ആ ഒരു അനുഗ്രഹം അവർക്കും അത് അനുഭവിക്കാനിടയായിത്തീരും. അതുകൊണ്ട് ഈ ചിന്തകൾ നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.